നമ്മുടെ ഈ ഡിസ്കഷൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൂട്ടത്തിൽ 2000 പേരുണ്ടെങ്കിലും അനസ്തേഷ്യോളജിസ്റ്റ് ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം അത്രയധികം കമൻ്റാണ് ഈ ഡിസ്കഷൻസിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അനസ്തേഷ്യ ഞങ്ങളല്ലേ ഇതൊക്കെ നോക്കുന്നത്, നേഴ്സസ്. ഒരു കാര്യം കേട്ടോ, നമുക്ക് ഈ ഒരു പേഷ്യൻറ്റിനെ ആ റിക്കവറി ഏരിയയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു അനസ്തേഷ്യോളജിസ്റ്റ് തന്നെ തീരുമാനിക്കണം. അദ്ദേഹത്തിന് വളരെ വ്യക്തമായി മുൻകൂട്ടി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്, എപ്പോഴാണ് ഈ പേഷ്യൻറ്റിനെ റിക്കവറി ഏരിയയിൽ നിന്ന് മാറ്റേണ്ടതെന്നുള്ളത്. അങ്ങനെ ആ റിക്കവറി ഏരിയയിൽ നിന്ന് മാറ്റുന്നത് പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ്, പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് അത് അങ്ങനെ മാറ്റാൻ, ഒരു വാർഡിലേക്ക് മാറ്റാനായിട്ട് ഉള്ള കണ്ടീഷൻസിലാണ് എന്ന് നമ്മുടെ അനസ്തേഷ്യോളജിസ്റ്റ് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടാണ് നമ്മളൊരു വാർഡിലേക്ക്. അത് ചിലപ്പോൾ പോസ്റ്റ് സർജിക്കൽ വാർഡ്, നിങ്ങൾ വളരെ കെയർ കൊടുക്കുന്ന ഒരു വാർഡായിരിക്കും. ഇപ്പോൾ അൺസ്റ്റേബിൾ പേഷ്യൻ്റ് ആണെങ്കിൽ ICUയിലേക്ക് മാറ്റുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അനസ്തേഷ്യോളജിസ്റ്റ് ഈ ഒരു ഫിസിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ കണ്ടീഷനിങ് മോണിറ്റർ ചെയ്യുന്നത് ഞാൻ അവിടെ വന്ന് ആയിക്കോളാം എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ തരുന്നത്. നോർമൽ ഒരു പോസ്റ്റ് സർജിക്കൽ വാർഡിലേക്ക് മാറ്റുന്നതിന് അനസ്തേഷ്യോളജിസ്റ്റാണ്, സർജൻ അല്ല ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻസിനെല്ലാം ഞാൻ ഇവിടെ മറുപടി തരികയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്. അത് ആ ഡിസിഷൻ മേക്കർ അനസ്തേഷ്യോളജിസ്റ്റാണ്. കാരണം NABH എന്ന് പറഞ്ഞ നമ്മുടെ സംവിധാനത്തിൻ്റെ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൽ കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 13ാമത്തെ സ്റ്റാൻഡേർഡിൽ G എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെന്റ് കൃത്യമായി പറയുന്നത് ദ അനസ്തേഷ്യോളജിസ്റ്റ് അപ്ലൈസ് ഡിഫൈൻഡ് ക്രൈറ്റീരിയ ടു ട്രാൻസ്ഫർ ദ പേഷ്യൻറ്റ് ഫ്രം റിക്കവറി ഏരിയ. സോ ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അനസ്തേഷ്യോളജിസ്റ്റ് ആണ് അത് ഡിസൈഡ് ചെയ്ത് ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണ് ആ ഒരു റിക്കവറി ഏരിയ ഫ്രം OTയിൽ നിന്ന് നിങ്ങളുടെ വാർഡിലേക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്കിഷ്ടമുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യണ്ട കേട്ടോ.